എന്താ അംബിക വർമ്മയും പുഷ്പകല കൃഷ്ണൻകുട്ടിയും തമ്മിലൊരു രഹസ്യയോഗം? അംബികയ്ക്കിന്ന് വൻ പരാജയമായല്ലോ. ആ ഡിസ്കഷൻ ആയിരിക്കും. ഈ പുഷ്പകലയുണ്ടല്ലോ, അവളുടെ ഹസ്ബൻഡിനെ എടുത്തിട്ട് ഇടിച്ച ഇടിയൊന്ന് കാണണം. അയാളുടെ നിലവിളിയെ ഒരു 10 കിലോമീറ്റർ അകലെ വരെ കേൾക്കാം. വാ. ഇത് വെറും വിമൻസ് ക്ലബ് അല്ല, പരദൂഷണ വിമൻസ് ക്ലബ്ബാ. പറയും അംബികെ, എന്താ ഒരു മൂഡൌട്ട്? ഇന്നെല്ലാ കളിയും തോറ്റല്ലോ. ഇന്നലെ വരെ എന്റെ നന്മകളൊന്നും കാണാൻ ആഗ്രഹിക്കാത്ത അമ്മായി ഇന്നെന്റെ നന്മ കാണാനാണ് വന്നതെന്ന് പറഞ്ഞാ അത് ഞാൻ വിശ്വസിക്കണോ? ഇതിന് ഞാൻ പകരം വീട്ടും. പകരം വീട്ടാൻ വരുമ്പോ 10 ഇരട്ടി തിരിച്ചു കിട്ടുമെന്ന വിചാരത്തോടെ വന്നാ മതി. അമ്മായി, നമ്മൾ തമ്മിലുള്ള ഫൈറ്റൊന്നും ഈ സ്റ്റാഫുകൾ അറിയണ്ട. വേഗം സ്ഥലം വിട്ടു. അംബിക എന്താ ആലോചിക്കുന്നത്? വാട്ട്സ് യുവർ ടെൻഷൻ? ടെൽ മീ. എന്റെ മനസ്സ് നിറയെ അവളാ പുഷ്പകലെ, എന്റെ ശത്രു. ഋതികയോ? യെസ്. ഒരു നരന്തു പെണ്ണിനെയാണോ അംബിക ഇത്രയും പേടിക്കുന്നത്? കഷ്ടം. അവളിപ്പോ അങ്ങനെയൊന്നും അല്ല പുഷ്പകലെ. പുഷ്പലത കൃഷ്ണൻകുട്ടി ഇവർക്ക് ചേർന്ന കമ്പനിയാ. മുടിഞ്ഞ വാരയാ. ഈനാം പേച്ചിയും മരപ്പട്ടി. ഇയാളെന്തോടോ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുന്നേ? ഊളംപാറ തൊട്ടടുത്തല്ലേ, അതുകൊണ്ട് ചിരിച്ചു പോയത് അമ്മച്ചി. അവളിപ്പോ എനിക്ക് വലിയൊരു വെല്ലുവിളിയായി മാറുക. മനസ്സ് നിറയെ അവളെ കുറിച്ചുള്ള ഓർമ്മകളാ. ആ ദേഷ്യം കൊണ്ടാ ഞാൻ ഈ ഗെയിമിലൊക്കെ തുടരെ തോക്കുന്നേ. എന്റെ അംബികയെ പോലെ ഇത്രയും ശക്തിയും ബുദ്ധിയുമുള്ള ഒരു സ്ത്രീക്കാണോ ഒരു ചീളു പെണ്ണിനെ ഒതുക്കാനും തീർക്കാനും പറ്റാത്തത്? ഞാൻ പല പ്ലാനുകളും ഒരുക്കി നോക്കി പുഷ്പകലെ, പക്ഷേ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. വർക്കൗട്ട് ആവും, ആക്കണം. ഒരു പ്ലാൻ സക്സസ് ആയില്ലെന്ന് വെച്ച് നിരാശപ്പെടരുത്, അടുത്തത് ചെയ്യണം. വലിയ ബുദ്ധിരാക്ഷസനായ പ്രതാപവർമ്മയും പത്മാവതിയെയും തമ്മിൽ തല്ലിച്ച് പിരിച്ചതല്ലേ? എന്റെ അറിവ് ശരിയാണെങ്കിൽ പത്മാവതി ഇപ്പോഴും കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുക.